നൈറ്റി തൊഴിലാളികളുടെ വട്ടമേശ സമ്മേളനം കാക്കനാട്ട് നടക്കുമ്പോൾ പൂജ്യം മലബാർ സഭയുടെ 34ാമത് നൈറ്റി തൊഴിലാളികളുടെ വട്ടമേശ സമ്മേളനം ഇവരുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ വെച്ച് നടക്കുകയാണ്. സിനഡ് എന്നൊക്കെയാണ് ഇവന്മാർ ഈ പരിപാടിക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ഇത്തരം പേരുകളൊക്കെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സുന്നഹദോസ് കൂരിയ ഇതൊക്കെ ഈ മുണ്ണക്കുഞ്ഞുങ്ങളെ ഇവന്മാർ എന്തോ വലിയ സംഭവമാണെന്ന് ധരിപ്പിക്കുവാനുള്ള ടെർമിനോളജികളാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഭൂമി കുംഭകോണം നടത്തിയവനും കശാപ്പുകാരന്റെ മകനും മർത്തലമ്മയോട് വസ്ത്രം അഴിച്ച് കാണിക്കാമോ എന്ന് ചോദിച്ചവനും അനാഥയുടെ 3 കോടി തട്ടിയെടുത്ത വരാലു തോമയും ഒക്കെ വട്ടം കൂടിയിരുന്ന് കുശുമ്പ് പറയുന്നത് എങ്ങനെ പരിശുദ്ധ സിനഡാകും എന്നാണ് വിശ്വാസികളുടെ ചോദ്യം. കുടുംബത്തിൽ പിറക്കാത്ത കുറെ അലബലാദികൾ നൈറ്റിയും ഇട്ട് വന്നിരുന്ന് കൂതാശ കച്ചവടം നടത്തി സഭയുടെ വില കളഞ്ഞു എന്ന് വിശ്വാസികൾ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു. സഭയുടെ മറവിൽ കള്ളക്കമ്മട്ടങ്ങൾ നടത്തുന്ന മാഫിയ സംഘങ്ങളായി അധപ്പതിച്ച ഇവന്മാരുടെ നിലവിലെ അവസ്ഥ ഇവരുടെ വിശ്വാസ സമൂഹം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വാസികളുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാക്കനാട് സിനഡ് നടക്കുമ്പോൾ ഈ സഭയുടെ തൃശ്ശൂർ രൂപതയിൽപ്പെട്ട കുഞ്ഞാടുകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടാൽ തന്നെ അവർക്ക് ഇവന്മാരോടുള്ള ആ മനോഭാവം നമുക്ക് കൃത്യമായി മനസ്സിലാവും. എന്റെ സ്നേഹം നിറഞ്ഞ മെത്രാനച്ചന്മാരെ, നിങ്ങള് സിനഡും മീറ്റിങ്ങും ഒക്കെ കൂടി പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നടത്തുന്നതിനേക്കാളൊക്കെ വളരെ നന്നായിട്ട് ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു അൽമാനായതുകൊണ്ട് പറയുന്നു, ഈ വിശ്വാസികൾക്കിടയിലുള്ള വിശ്വാസ തകർച്ച എന്താ പറയാ, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളുടെ ഒരു കുടുംബം പോലെ 46 വർഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ അൽത്തുരുത്ത് ഇടവക ഇന്ന് ഒരു എന്താ പറയാ, ഒരു ബേസില്ലാത്ത രീതിയിൽ ഇടവകനെ വിഭജിച്ച് അതിലത്തെ വിശ്വാസ സമൂഹത്തെ വിഭജിച്ച് ചിഹ്ന ഭിന്നാക്കിയിട്ട് ഇന്ന് എന്താ പറയാ, വളരെ ശത്രുതാപരമായ രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ നടക്കുന്നത്. ഇടവക തകർന്നു ശരിയായിട്ട് വിശ്വസിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾ തമ്മിൽ കണ്ടാമുണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തി. അതിന് ആത്മീയ നേതൃത്വമാണ് ശരിക്കും അതിന് വഴിവെച്ചിരിക്കണം. മനസ്സിലായ? അത് എന്താണ് എങ്ങനെയാന്നുള്ളത് അതാത് കാലാകാലങ്ങളിൽ ഈ ഇതായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആത്മീയ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ആരും അതിന് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നില്ല. ഇതുപോലെയുള്ള പ്രവണത സഭയിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമ്മളോട് ചിലപ്പോൾ നിരസം തോന്നിയിട്ട് കാര്യമില്ല. അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്ന സഭയിൽ വിശ്വസിക്കുന്ന വിശ്വാസിനെ ഞാൻ ആ മനസ്സിലെ വേദന കൊണ്ട് തന്നെ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റും നമുക്ക്. അല്ലാണ്ട് ഇതുപോലെ സിനഡും കാര്യങ്ങളൊക്കെ കൂടി മീറ്റിംഗ് കൂടി കുറെ എന്താ പറയാ പുതിയ തീരുമാനങ്ങൾ പിരിഞ്ഞ് അത് വിശ്വാസികൾക്ക് വേണ്ടാത്ത സാഹചര്യത്തിൽ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ചെവി തുറന്ന് പിതാക്കന്മാർ കേൾക്കാം, ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഈ മെത്രാമാർ ഈ സിനഡ് കൂടുന്നതിൻ്റെ പ്രത്യേക ഒരു അജണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സഭയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാവില്ല മെയിനായിട്ട് തീരുമാനം എടുക്കുക. ഇവർക്ക് ഭൂമി ഇടപാടുകൾ ഉള്ളൊരു ബന്ധമുണ്ട്. കാരണം മുൻപ് റിയൽ എസ്റ്റേറ്റുമായിട്ട് പല കാര്യങ്ങളും ഇവിടെ കേരളത്തിൽ നടന്നിട്ടുള്ളത് സഭ ഇടപെട്ടുകൊണ്ട്. അപ്പോൾ അത്തരം കുറേ ഭൂമികളൊക്കെ ഇനി മേടിച്ച് കൂട്ടാം, ഇനി കുറേ വിൽക്കാം ഇതിൻ്റെ ഇടനിലക്കാരായിട്ട്. അപ്പോൾ ഇതിൻ്റെ പങ്ക് പറ്റിയിട്ടൊക്കെ ഇവർക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാം. ഇതൊക്കെ ആയിരിക്കും ഇവർ ഉള്ളിൽ നടക്കുന്ന പ്രധാന ചർച്ചകൾ. പിന്നെ ഈ ഭൂമി ഇടപാടുമായിട്ട് മുൻപ് കുറച്ച് കേസുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അതൊക്കെ അവസാനിപ്പിക്കാനായിട്ട് ഇനി സംഘപരിവാറിൻ്റെ കാൽച്ചോട്ടിൽ പോയിട്ട് കെടുക്കാം. ഇതൊക്കെ ആയിരിക്കും ഇവരുടെ ചർച്ചയുടെ ഭാഗമായിട്ട് വരിക. പിന്നെ പരമാവധി ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ കൂടെ ഒട്ടി നിന്നുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ ആശുപത്രികൾക്കൊക്കെ അംഗീകാരം നേടിയെടുക്കുക, അതൊക്കെ ഇവർ ഇതിൻ്റെ ഉള്ളൊരു ഭാഗമായിട്ട് ഉണ്ടാവാൻ പോണ കാര്യങ്ങളാണ്. ഇതാണ് ഈ സിനഡ് കൊണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ കഴിയുമ്പോൾ കുറേ അണ്ടിപ്പരിപ്പും ഈത്തപ്പഴവും പോർക്കിറച്ചിയൊക്കെ തിന്നിട്ട് കുറച്ച് വൈന അല്ലെങ്കിൽ മറ്റ് വീര്യം കൂടിയ മദ്യമൊക്കെ കഴിച്ച് സുഖമായിട്ട് പിരിയാം. ഇതാണ് ഈ സിനഡ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ. ഈ ആൻഡ്രൂസ് പിതാവിനെ പോലെ ലോകത്തെമ്മാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ നമ്മുടെ രൂപതയിൽ വരാനില്ല. എന്നെങ്കിലും ഇയാൾ ഇറങ്ങിപ്പോയാൽ അന്ന് നമ്മുടെ രൂപത രക്ഷപ്പെടും. നിങ്ങൾക്ക് അറിയാണ്ട, നിങ്ങൾക്ക് ഈ മനുഷ്യനെ കുറിച്ച് ശരിക്കും അറിയാണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്. എൽത്തുരുത്ത് ആശ്രമ ദേവാലയത്തെ ഇതേമാതിരി നശിപ്പിച്ചു, തലോരിനെ ഇതേമാതിരി നശിപ്പിച്ചു. ഇതൊക്കെ ഈ ആൻഡ്രൂസ് പിതാവ്, ഈ എർച്ചുവെട്ടുകാരൻ്റെ മോൻ
എന്ന് പറഞ്ഞാ ഞാൻ പറയണേൽ നിങ്ങൾ വിഷമം വിചാരിക്കരുത്. വൃത്തികെട്ട മനുഷ്യനാ ഇയാള്, ഒരു സ്വാർത്ഥ മനുഷ്യനാണ്. നിങ്ങൾക്ക് അനുഭവം വരുമ്പോ നിങ്ങളിത് പറയും, അതുവരെ നിങ്ങളിതൊന്നും പറയില്ല. എന്തായാലും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, അല്ലാണ്ട് നമുക്ക് ഇതിലൊന്നും പറയാനില്ല. ഇത്രയും നമ്മുടെ രൂപതയില് ഇത്രയും ഒരു വൃത്തികെട്ട മനുഷ്യൻ വരാനില്ല. നമ്മളെ രൂപത നശിപ്പിക്കാൻ വേണ്ടി വന്നതാണിത്. ഇയാളുടെ അനുയായിയിലേറ്റ ഏറ്റവും പ്രമുഖൻ ജോയ് കുത്തൂർ, രണ്ടാളെയും കുറിച്ച് നിങ്ങളൊന്ന് വിശകലനം ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. പൂജ്യം മഹാസഭയിലെ വട്ടമേശ സമ്മേളനത്തിലെത്തിയ കൂതാശ കച്ചവടക്കാരന്മാരോടാണ്, നിങ്ങൾ ഇതിനെ സഭയിൽ നിന്നൊന്നും ദയവായി വിളിക്കരുത് കേട്ടോ. പൂജ്യം മലബാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ ആക്കുക. സഭ എന്ന പദത്തിന് എത്രയോ വലിയ അർത്ഥവ്യാപ്തിയുള്ള പദമാണ് എന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക. നിന്റെയൊക്കെ മാഫിയ പരിപാടികൾക്ക് ഇടാനുള്ള പേരല്ല സഭ. നിന്റെയൊക്കെ കള്ളത്തരങ്ങൾ വിശ്വാസി സമൂഹം മനസ്സിലാക്കി നിന്റെയൊക്കെ കേന്ദ്രങ്ങളിൽ അവർ ചാട്ടവാറും ചമ്മട്ടിയുമായി വരുന്ന നാളുകൾ വിദൂരമല്ല എന്ന് ദയവായി മനസ്സിലാക്കി നീയൊക്കെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീർന്നാൽ നിനക്കൊക്കെ കൊള്ളാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.